Good morning, all. Once again, welcome back to ICT class. എല്ലാവർക്കും ഐ സി ടി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. റിസൾട്ട് കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് എല്ലാവർക്കും. എന്നാലും കുറച്ച് പേർക്ക് മാർക്ക് കുറച്ച് കുറവാണ്. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ആ മാർക്ക് കുറവായത്. അപ്പോൾ അവർ കുറച്ചും കൂടി ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക, എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ ഫിഫ്ത്ത് ചാപ്റ്റർ. നമ്മുടെ 5ാമത്തെ അധ്യായം ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അവർ ഫിഫ്ത്ത് ചാപ്റ്റർ ഈസ് നെറ്റ്വർക്കിംഗ്. ഓക്കെ, നെറ്റ്വർക്കിംഗ് എന്നാണ് നമ്മുടെ പുതിയ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ദിസ് ഇസ് എ തിയറി ചാപ്റ്റർ. ഇതൊരു തിയറി ബേസ്ഡ് ചാപ്റ്ററാണ്. ഓക്കെ, വാട്ട് ഈസ് നെറ്റ്വർക്ക്, എന്താണ് നെറ്റ്വർക്കിംഗ് എന്നും അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസസുകൾ ഏതൊക്കെയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണാം. ഇവിടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഓൾ ഓഫ് യു ടേക്ക് യുവർ പേജ് നമ്പർ 58. 58ാമത്തെ പേജ് നമ്പർ എടുത്ത് വെക്കുക ടെക്സ്റ്റിൽ. ഓക്കെ, Vipin had gone to the hospital with his mother. They were waiting to see the doctor after taking an X-ray photograph of his mother's food. Vipin wondered why they didn't get the X-ray film. He asked the doctor about it when they met him. The doctor showed him the X-ray photograph on the monitor of his computer. എന്താണ്? അമ്മയോടൊപ്പം ആശുപത്രിയിലെത്താണ് വിപിൻ. അമ്മയുടെ പാദത്തിൻ്റെ എക്സ്റേ എടുത്ത ശേഷം ഡോക്ടറെ കാണാൻ കാത്തിരിക്കുകയാണ് അവൻ. എന്നാൽ എക്സ്റേ ഫിലിം കിട്ടിയില്ലല്ലോ എന്നാണ് വിപിൻ്റെ സംശയം. ഡോക്ടറെ കണ്ടപ്പോൾ അവൻ ഈ സംശയം ഉന്നയിച്ചു. ഓക്കെ, അദ്ദേഹം തൻ്റെ മുന്നിലുള്ള കമ്പ്യൂട്ടറിൽ വിപിൻ്റെ അമ്മയുടെ പാദത്തിൻ്റെ എക്സ്റേ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നാം. ഡൗട്ടല്ല, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ സംഭവിച്ചത്. ഓക്കെ, ഇറ്റ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ കണക്റ്റിംഗ് ദ കമ്പ്യൂട്ടർ ഓൺ ദ ഡോക്ടേഴ്സ് ടേബിൾ ടു ദ വൺ ഇൻ ദ എക്സ്റേ റൂം. എങ്ങനെയാണ്? ഡോക്ടറുടെ മുമ്പിലുള്ള കമ്പ്യൂട്ടറും എക്സ്റേ മുറിയിലുള്ള കമ്പ്യൂട്ടറും ബന്ധിപ്പിച്ചത് കൊണ്ടാണ് ഇത് സാധ്യമായത്. അപ്പോൾ ഇതിനാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയാം. ഓക്കെ, ഫയൽസ് ക്യാൻ ബി ഈസിലി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ഇൻ ദിസ് മാനർ. ഇങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ട കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ അനായാസം കൈമാറാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് നെറ്റ്വർക്കിംഗ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. വാട്ട് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്? ഓക്കെ, the process of connecting computers so that they can exchange information is called computer networking. Okay, വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് പോസിബിൾ ടു എക്സ്ചേഞ്ച് എ ഫയൽ ഫ്രം വൺ ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ യുവർ സ്കൂൾ കമ്പ്യൂട്ടർ ലാബ് ടു ദ അനദർ ത്രൂ സച്ച് നെറ്റ്വർക്കിംഗ്. നിങ്ങളുടെ സ്കൂൾ ലാബിലെ ഒരു കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എടുക്കുവാൻ ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്താൽ സാധിക്കുമല്ലോ. ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് സാധിക്കും. ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, കുറച്ച് ഡിവൈസസ് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. നെറ്റ്വർക്കിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ്. ആ ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്നൊരു പ്രോസസ്സ് സാധ്യമാവുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 5.1 നിങ്ങൾക്ക് കാണാം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പരിചയപ്പെടാമെന്നുള്ള ഒരു ഭാഗം. ഓക്കെ, എന്താണ്? ലെറ്റ്സ് എക്സാമിനിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, വെബ് ക്യാമറ, മോഡം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമ്പ്യൂട്ടേഴ്സും
ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സും അതേപോലെ ലാപ്ടോപ്പ്, അതുപോലെ ഹബ്ബ്, സ്വിച്ച് എന്നുള്ള ഡിവൈസ്, മോഡം, സ്കാനർ, പ്രിൻ്റർ, ഇങ്ങനെ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ളൊരു പിക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചെറിയ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിൻ്റർ ഉണ്ട്, മോഡം ഉണ്ട്, അല്ലേ? അതുപോലെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന എത്ര കമ്പ്യൂട്ടറുകൾ ഈ നെറ്റ്വർക്കിലുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്, ഡു യു നോ വാട്ട് ആർ ദ ഡിവൈസസ് റിക്വയർഡ് ഫോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? എന്താണ് കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യുന്നതിന് അത്യാവശ്യമുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എന്നുള്ള ക്വസ്റ്റ്യൻ. എല്ലാവർക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണ് ദ പ്രോസസ് ഓഫ് കണക്ടിങ് കമ്പ്യൂട്ടേഴ്സ് സോ ദാറ്റ് ദേ ക്യാൻ ബി എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ഈസ് കോൾഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് അഡ്വാൻസ് ആയി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് മുന്നൊരുക്കങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കേബിൾസ് ആർ റിക്വയർഡ് ഫോർ ഇൻ്റർ കണക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കേബിളുകളുണ്ട്. ഓക്കെ, അതൊരു റിക്വയർമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് കണക്ടേഴ്സ് ടു കണക്ട് കേബിൾ ടു ദ കമ്പ്യൂട്ടർ. കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കണക്ടേഴ്സ്. നോട്ട് ചെയ്യുക, കേബിൾസ്, കണക്ടേഴ്സ്. ഓക്കെ, ദെൻ ഇഫ് ദർ ആർ മോർ ദാൻ 2 കമ്പ്യൂട്ടേഴ്സ് then an instrument is required to control the exchange of data between the computers. രണ്ടിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള വിവരക്കൈമാറ്റം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഡിവൈസ്, അല്ലേ? ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഉപകരണം. അപ്പോൾ ഇത് മൂന്നും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കേബിൾ, കണക്ടേഴ്സ് ആൻഡ് വൺ ഡിവൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസ് ഏതൊക്കെയാണെന്ന് അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആദ്യത്തെ ഡിവൈസ് എന്ന് പറയുന്നത് UTP കേബിൾ. ഒരു കേബിൾ. ഓക്കെ, UTP കേബിൾ, അതിൻ്റെ ഫുൾ ഫോം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഓക്കെ, UTP കേബിൾ മീൻസ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഓക്കെ, അവിടെ ഫിഗർ 5.2, ചിത്രം 5.2 നിങ്ങൾക്ക് കാണാം. ഒരു UTP കേബിളിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, ലാബിലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വീട്ടിലെ കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ, ലാപ്ടോപ്പ് അല്ല, എന്താണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണെങ്കിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മോഡവും കമ്പ്യൂട്ടറിൻ്റെ CPU ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കേബിൾ ഉണ്ടാവും. അതിന് നമ്മൾ UTP കേബിൾ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ലാപ്പ് ആണെങ്കിൽ കൂടി മോഡം ഉപയോഗിച്ച് നെറ്റ് കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് UTP കേബിൾ വഴിയാണ് ആ നെറ്റ് കണക്ഷൻ സാധ്യമാവുന്നത്. ഓക്കെ, അത് സ്കൂളൊക്കെ തുറന്നിട്ട് ലാബിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ കേബിൾസും അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കേബിളുകളാണ് UTP കേബിളുകൾ. ഓക്കെ, അല്ലെങ്കിൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. അപ്പോൾ എന്താണ് ഒബ്സർവ് ദ കേബിൾ ഷോൺ ഇൻ ഫിഗർ 5.2 വിച്ച് കണക്ട് ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കേബിളുകളാണ് UTP കേബിൾ എന്ന് പറയുക. അപ്പോൾ UTP കേബിളിന് പല പ്രത്യേകതകളുമുണ്ട്. എന്തൊക്കെയാണ്? ദീസ് ആർ 8 വയേഴ്സ്. 8 വയറുകളുണ്ട് UTP കേബിൾ എന്ന് പറയുമ്പോൾ. ദേ ആർ അറേഞ്ച്ഡ് ഇൻ 4 പെയേഴ്സ്. ഇവ 4 പെയേഴ്സ് അല്ലെങ്കിൽ 4 ജോഡികളായി ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം. അതിന് ഓരോ നിറങ്ങളുണ്ടല്ലേ, ഓറഞ്ചും വൈറ്റ് ഓറഞ്ചും ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു. അതുപോലെ ബ്ലൂ, ഗ്രീൻ കാണാൻ പറ്റുമല്ലോ നമുക്ക്, ബ്രൗൺ, ഇങ്ങനെ കുറേ അല്ല, 4 ജോഡി, 4 പെയേഴ്സ് ഓഫ് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് UTP കേബിൾ. അടുത്തത് RJ45 കണക്ടർ എന്ന് പറയും. രജിസ്റ്റേർഡ് ജാക്ക്
RJ45 എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഓക്കെ, നോട്ടീസ് ഹൗ ദ UTP cable is connected to the computer. The connector used is shown below. RJ45 connector 5.4 നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഒരു UTP കേബിൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അത് 5.3 നേരത്തെ പറഞ്ഞ പോലെ മോഡത്തിൽ നിന്ന് CPU കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചർ. ഇപ്പോൾ RJ45 കണക്ടർ എന്നാണ്, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ജാക്ക് 45 എന്നാണ് ആ കണക്ടറിൻ്റെ പേര്. ആ കണക്ടറും UTP കേബിളും എന്താണ് ജോയിൻ ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിലേക്ക് CPU കണക്ട് ചെയ്യുന്നത്. ഓക്കെ, 5.4 നിങ്ങൾക്ക് കാണാം RJ45 ഒരു പിക്ചർ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അതുപോലെ തന്നെ RJ11 പറഞ്ഞിട്ട് ഒരു കണക്ടർ ഉണ്ട്. ഓക്കെ, രജിസ്റ്റേർഡ് ജാക്ക് 11 connector. Did you observe the connector which is used to link the modem with the telephone network? മോഡവും ടെലിഫോൺ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ പേരാണല്ലോ, നെറ്റ്വർക്ക് ഡിവൈസിൻ്റെ പേരാണ് RJ11 കണക്ടർ. ലാബിൽ മോഡവും ഒരു ടെലിഫോൺ ശൃംഖലയെ ബന്ധിപ്പിച്ചിരിക്കുന്ന കേബിളിൻ്റെ അറ്റത്തുള്ള ഒരു കണക്ടർ. നിങ്ങളെ വീട്ടിൽ ലാൻഡ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ ആ ലാൻഡ് ഫോണിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു വയർ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അതാണ് RJ11 കണക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്രിമ്പിംഗ് നെറ്റ്വർക്ക് കേബിളുകൾ ക്രിമ്പ് ചെയ്യാം. RJ45 connectors are attached to the end of the network cables using a tool called crimping tool. ക്രിമ്പിംഗ് ടൂൾ എന്ന ഉപകരണം കൊണ്ടാണ് നെറ്റ്വർക്ക് കേബിളിൻ്റെ അഗ്രത്തിൽ RJ45 കണക്ടർ ഘടിപ്പിക്കുന്നത്. കണക്ടേഴ്സ് ക്യാൻ ബി ഈസിലി അറ്റാച്ച്ഡ് ടു ദ കേബിൾ യൂസിങ് ദ ടൂൾ. കണക്ടറിനെ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കേബിളിനുമേൽ ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, the wires in the cable are passed inside the connector in a particular manner and fixed using the tool. ഓക്കെ, കേബിളിനകത്തുള്ള വയറുകൾ ഒരു നിശ്ചിത ക്രമത്തിൽ കണക്ടറിനകത്തേക്ക് പ്രവേശിപ്പിച്ച് ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് ഈ വയറുകളെ അമർത്തി ഉറപ്പിക്കാം. അവിടെ ഒരു പിക്ചറും കാണാനുണ്ട് അല്ലേ. ക്രിമ്പിംഗ് നെറ്റ്വർക്ക് കേബിൾ ക്രിമ്പ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഡിവൈസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത് ഹബ്ബ്, സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻസ്ട്രുമെൻ്റ് ആണ്. നെറ്റ്വർക്കിന് യൂസ് ചെയ്തിട്ടുള്ള ഹബ് ആൻഡ് സ്വിച്ച്. ഇവിടെ ഒരു പിക്ചറിൽ കാണാം നിങ്ങൾക്ക്, ഹബിൻ്റെ ഒരു പിക്ചർ കാണാം നിങ്ങൾക്ക്. ഇവിടെ പറയുന്നുണ്ട്, ഡിഡ് യു സീ ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു വിച്ച് ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ആർ ഡയറക്ട്ലി കണക്റ്റഡ്. ദിസ് ഈസ് നോൺ ആസ് ഹബ്. It helps to send information from any one computer in the network to other computers. Okay, hubs are available based on the number of computers to be network. Okay, ഈ നെറ്റ്വർക്കിൽ എല്ലാ കമ്പ്യൂട്ടറുകളും, ഈ നെറ്റ്വർക്കിൽ മീൻസ് അവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണം കാണുന്നില്ല എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അതാണ് ഹബ്ബ്. ഈ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് ഹബ്ബ്. നെറ്റ്വർക്ക് ചെയ്യേണ്ട കമ്പ്യൂട്ടറുകളുടെ എണ്ണം അനുസരിച്ച് വ്യത്യസ്ത എണ്ണം പോർട്ടുകളുള്ള ഹബ്ബുകൾ ഇന്ന് ലഭ്യമാണ്. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണുന്നത് 8 പോർട്ടുകളുള്ള ഹബ്ബാണ്. പക്ഷെ ഇന്ന് ഹബ്ബുകൾക്ക് പകരം സ്വിച്ചുകളാണ് വ്യാപകമായി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഹബ്ബും സ്വിച്ചും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, hubs and switches are used to control the exchange of information between computers in a network. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും. എങ്കിലും ഇവ ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ബട്ട് ദേ ഡോണ്ട് വർക്ക് ഇൻ സിമിലർ വേസ്. ഓക്കെ, വാട്ട് എ ഹബ് ഡസ് ഈസ് ടു ട്രാൻസ്ഫർ കോപ്പീസ് ഓഫ് ഇൻഫർമേഷൻ ഇറ്റ് ഗെറ്റ്സ് ടു ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക്. എന്താണ്? ഹബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും
കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. യു ക്യാൻ ഗസ് വാട്ട് ദ റിസൾട്ട് വിൽ ബി. ദ നെറ്റ്വർക്ക് വിൽ ബിക്കം കൺജസ്റ്റഡ്. ഹബ്ബ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു. ഫലം എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. നെറ്റ്വർക്ക് എന്താണ്? തിരക്കേറിയതായിത്തീരുന്നു. നെറ്റ്വർക്ക് കൺജസ്റ്റഡ് ആയി തീരുന്നു. അപ്പോൾ ഇവിടെ ഇൻ ദ കേസ് ഓഫ് സ്വിച്ച്, but a switch sends the data only to the particular computer to which it should be sent. As a result, the congestion in the network is significantly reduced. എന്നാൽ സ്വിച്ചിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞാൽ, സ്വിച്ചിലാകട്ടെ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമേ നിർദ്ദേശം അയക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഫലമായി നെറ്റ്വർക്കിലൂടെയുള്ള തിരക്ക് വളരെ കുറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഹബ്ബും സ്വിച്ചും എന്താണ്, വർക്കിംഗ് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഫങ്ഷൻ സെയിം ആണ്, പക്ഷെ അതിൻ്റെ വർക്കിംഗ് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ പറയുന്നത് വി ലേൺ ഹൗ കമ്പ്യൂട്ടേഴ്സ് ആർ നെറ്റ്വർക്ക് ആൻഡ് ദ ഡിവൈസസ് നീഡഡ് ഫോർ ഇറ്റ്. യു നോ ദാറ്റ് ഫയൽസ് ക്യാൻ ബി ഈസിലി എക്സ്ചേഞ്ച് ത്രൂ നെറ്റ്വർക്ക്സ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, വാട്ട് ആർ ദ അതർ യൂസ് ഓഫ് നെറ്റ്വർക്ക്? നെറ്റ്വർക്ക് ചെയ്യുന്ന രീതിയും അതിനുള്ള ഉപകരണങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഫയലുകൾ അനായാസം കൈമാറ്റം ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം. ഇതല്ലാതെ നെറ്റ്വർക്ക് കൊണ്ടുള്ള വേറെ കുറച്ച് പ്രയോജനങ്ങളുണ്ട്. നമുക്ക് പ്രിൻറ്റേഴ്സ് ഷെയർ ചെയ്യാം, പ്രിൻ്റർ പങ്കുവെക്കാം, അതുപോലെ ഇൻ്റർനെറ്റ് പങ്കുവെക്കാം. അങ്ങനെ കുറച്ച് യൂസസ് ഉണ്ട് നെറ്റ്വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മോഡം. മോഡം മീൻസ് മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. അതിൻ്റെ ചുരുക്കപ്പേരാണ് മോഡം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? കമ്പ്യൂട്ടേഴ്സ് സേവ് ആൻഡ് പ്രോസസ് ഡാറ്റ ഇൻ ഡിജിറ്റൽ ഫോം. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ഡിജിറ്റൽ രൂപത്തിലാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? വെൻ ദീസ് ഡിജിറ്റൽ സിഗ്നൽ ട്രാവൽ ത്രൂ എ ടെലിഫോൺ ലൈൻ ദേ ബിക്കം വീക്ക്. ഈ ഡിജിറ്റൽ സിഗ്നലുകൾ ടെലിഫോൺ ലൈനിലൂടെ കടന്നു പോകുമ്പോൾ ഇവയ്ക്ക് ശോഷണം സംഭവിക്കുന്നു. ഓക്കെ, അത് വീക്ക് ആവുന്നു അല്ലേ? Therefore, information is sent by converting these digital signals to analog. ഓക്കെ, അതിനാൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റിയാണ് ടെലിഫോൺ ലൈനിൽ കൂടി കടത്തിവിടുന്നത്. എ മോഡം ഇസ് an equipment that can convert digital signals to analog and vice versa. ഓക്കെ, ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ഓക്കെ, the term modem is derived from the word modulator, demodulator. ഓക്കെ, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് മോഡം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് അവൈലബിൾ ദ ഇൻ്റർനെറ്റ് ഓവർ ടെലിഫോൺ ലൈൻ ഓർ അതർ കേബിൾ ലൈൻസ്. ഓക്കെ, ടെലിഫോൺ ശൃംഖലയിലൂടെയോ മറ്റ് കേബിൾ ശൃംഖലയിലൂടെയോ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്നതിന് ഇത് സഹായിക്കുന്നു. മോഡത്തിൻ്റെ മെയിൻ യൂസേജ് മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചു നോക്കുക. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് നെറ്റ്വർക്കിംഗ് എന്നുള്ള നിങ്ങളുടെ 5th ചാപ്റ്ററിനെ കുറിച്ചാണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, ഗുഡ് ബൈ.